എന്തായിരുന്നു? ഞാൻ നാട്ടിൽ നിന്ന് രഘുവേട്ടൻ പറഞ്ഞിട്ട് റൂമിന്. മോനായിരുന്നോ? രഘു വിളിച്ചായിരുന്നു. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ ചോദിച്ചു അങ്ങനെ വന്നു. എന്നാ കേൾക്കോ? ഇല്ല, ഒന്ന് ഫ്രഷ് ആണെന്നുണ്ട്. യാത്ര കുറെ ചെയ്തതല്ലേ. മോളെ എന്നാ റൂമൊന്ന് കാട്ടി. എന്താ പേര്? ഷാരോൺ. എന്ത് ചെയ്യുന്നു? ജോലി അന്വേഷിച്ചോണ്ട്. മറിയാമോ? പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ. കുളിക്കാൻ പോയിക്കായിരുന്നു. ഫോണ് സൈഡിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. രഘുവേട്ടൻ പറഞ്ഞ സ്ഥലത്തെത്തി. റൂമും കാര്യങ്ങളൊക്കെ കിട്ടി. ലെന വിളിച്ചിരുന്നു. ഇപ്പൊ നാളെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. നാളെയാണ് ഇന്റർവ്യൂ. ശരി അമ്മ, എന്നാ ഞാൻ വിളിക്കാം. ഓക്കെ. എക്സ്ക്യൂസ് മീ. എത്ര കട കണ്ടിട്ട് എന്തൊക്കെ വിശേഷം? സുഖം. നിനക്കോ? കുഴപ്പമൊന്നുമില്ല. ചായ പറയട്ടെ? മുഫി, ഒരു കോഫി. എന്റെ ജോലിയുടെ കാര്യം ഞാൻ MD-നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് കൺഫേം പറയാം. നീ കോഫി കുടി. പോയ കാര്യം എന്തായി? ഞാന് MD-നോട് സംസാരിച്ചു. അപ്പോ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഒരു പ്രശ്നം. നിനക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. നീ ഡൗൺ ആവല്ലേ? എന്റെ 2-3 ഫ്രണ്ട്സ് വേറെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഒരു പ്രശ്നം. നിനക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഹലോ അമ്മ. എന്തായിടാ പോയ കാര്യം? ഞാൻ ലെനേനെ കണ്ടിരുന്നു. കിട്ടൂലേടാ അത്? ലെന നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നെന്നാ കുഞ്ഞ് പറഞ്ഞേ. 2 മാസമായില്ലേ അടവ് തെറ്റി കിടക്കുന്നേ. അച്ഛൻ്റെ ആകെയുള്ള സമ്പാദ്യ ആ മണ്ണ്. നീ പഠിച്ചൊരു നിരയിലെത്തുമെന്ന വിശ്വാസത്തിലാ അച്ഛനത് പണയം വെച്ചേ. ഒരിക്കലും എൻ്റെ മോൻ കാരണം അത് നഷ്ടപ്പെടരുത്. നോക്കാം, ഇതും കൂടി കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. ഇനിയിപ്പോൾ ഇതും കിട്ടിയില്ലെങ്കിൽ ഇതിനുള്ള ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്.
എന്താ മോനെ വേദന ഉണ്ടോ? ഞാൻ ഡോക്ടറെ കൂട്ടിയിട്ടില്ല. നല്ല പെയിൻ ഉണ്ടോ? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഒബ്സർവേഷന് വെച്ചാല് നമുക്ക് നാളെ ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ രോഗി ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല. ഞാൻ മോളോട് പറഞ്ഞിരുന്നു. ഓക്കെ, എന്നാലും ഞാൻ മെഡിസിന് ഫുഡ് കഴിച്ചിട്ട് കൊടുത്താൽ മതി. എവറിത്തിങ് വിൽ ബി ഓൾറൈറ്റ്. ഓക്കെ. മോനെ എനിക്ക് മരുന്ന് വെച്ചിട്ട് കിടക്കാം. മോനെ, ഇതൊന്നും പെട്ടെന്ന് മാറില്ല എന്നുള്ളത് എനിക്കറിയാം. ഈ പ്രായത്തിലുള്ള എടുത്തുചാട്ടമൊക്കെ സ്വാഭാവികമാണ്. ചിലതൊക്കെ കരഞ്ഞു തീർക്കണം. ഭാവി മനസ്സിന് മുന്നോട്ട് ജീവിക്കാനാണ്. കുറച്ചു കാലം മുമ്പ് എൻ്റെ മോനും ഒരു പരീക്ഷയ്ക്ക് പഠിക്കായിരുന്നു. എപ്പോൾ പഠിക്കുമ്പോഴും ബുദ്ധിമുട്ട് എന്ന് പറയും. അപ്പം ഞാൻ പറയും, ബുദ്ധിമുട്ടാതെ ജീവിതത്തിലൊന്നും നേടാൻ പറ്റില്ലല്ലോ. അവസാനം സഹിക്കാൻ വയ്യാതെ അവനങ്ങ് പോയി. മോളെ കാര്യം പറഞ്ഞാൽ അവളിപ്പോൾ ജീവിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ്. മോൻ പോയ സമയത്ത് ഞാനാകെ തളർന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ. പിന്നെ മോളാണ് ജോലിക്ക് പോയി കുടുംബമൊക്കെ നോക്കിയത്. ജോലിക്ക് പോയ സ്ഥലത്ത് എന്തോ മോശമായി പെരുമാറി ജോലി വേണ്ടാന്ന് വെച്ചു. ഇപ്പം എനിക്കുള്ളത് മോള് മാത്രം. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ജോലിക്ക് കയറിയത്. കഴിവിൻ്റെ പരമാവധി രണ്ടാളെ നോക്കി. അതിലൊരാൾ പോയി. അവളാണെങ്കിൽ ഇപ്പം എങ്ങനെ? എന്നാ മോൻ കിടന്നോ, നിനക്ക് ജോലിക്ക് പോകാൻ നേരമായി. അവള് വരും. എങ്ങനെയുണ്ട് ഇപ്പൊ? ഓക്കെ ആയോ? നല്ല കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവനെ ജോലിക്കൊന്നും ട്രൈ ചെയ്തിരുന്നു. അച്ഛനെന്നെ പറഞ്ഞു ഇവിടെ അമ്മയുടെ കുറവറിയാതെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. അനിയൻ മരിച്ചപ്പോ അമ്മേനെ ഓർത്തു. പിന്നെ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ജോലിക്ക് കയറേണ്ടി വന്നു. ആഗ്രഹിച്ചൊരു ജോലിയാണ് കിട്ടിയത്, പക്ഷെ അവരായിട്ട് എന്തോ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയില്ല. പിന്നെ അധികം കാലം അവിടെ നിന്നില്ല, വേറെ റിസൈൻ ചെയ്തു. എല്ലാവരും കുറ്റപ്പെടുത്തി, എന്തിനാ വെറുതെ, നല്ലൊരു ജോലിയല്ലേ. പക്ഷെ അഭിമാനത്തിന് ചോദ്യം ചെയ്താൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബലത്തിലാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത്. അതൊക്കെ പിന്നെ ഓർമ്മിപ്പിച്ചില്ലേ? സോറി കേട്ടോ. മറന്നാലല്ലേ ഓർക്കേണ്ട കാര്യമുള്ളൂ. അയ്യോ, സമയം പോയില്ലേ, ഫുഡ് എടുക്കാം. ഞാൻ ചെയ്തത് മണ്ടത്തരാലേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെതൊന്നും ഒന്നുമല്ല. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളില്ലേ. ഇത് നിന്റെ ലൈഫിൽ കിട്ടിയ രണ്ടാമത്തെ ചാൻസ് ആണ്. സോ ഇത് ഉപയോഗിക്കും. ഹലോ അമ്മ.
ലെന പറഞ്ഞ ജോലി കിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ സാരല്ല, എന്തായാലും ഒരു ജോലി കിട്ടിയിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നത് നമ്മളതെല്ലാം കൂടെയായി. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിനും ഇനി അങ്ങോട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതിനും കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന 2 പേര് കാരണമാണ്. ഈ പുനർജന്മത്തിൽ ഇനി എനിക്ക് തടസ്സങ്ങളില്ല, ലക്ഷ്യങ്ങളും അതിലേക്കുള്ള മാർഗങ്ങളും മാത്രം. എല്ലാം ശരിയാവുന്ന എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നാണല്ലോ. എത്ര വൈകിയാണെങ്കിലും അത് വന്നിരിക്കും. ഈ കഥ ഇവിടെ തീരുന്നില്ല. നമ്മുടെ കഥാനായകൻ ഷാരോണിൻ്റെ ലക്ഷ്യങ്ങൾ തേടിയുള്ള യാത്ര ഇനിയും തുടരുന്നു. അവൻ്റെ ജീവിതത്തിലെ താഴ്ചകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അബൂക്കയും മറിയയുമെല്ലാം ഒരു നിമിത്തമായി. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രതിസന്ധികളെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ കഥ സമർപ്പിക്കുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. Where there's a will, there's a way.